ബോംബ് സ്ഫോടനം എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം മോളെ. ബോംബ് സ്ഫോടനം എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിനക്ക്. ഒളിവിലായ അളിയനിന്നു പിടിയിലാകുമോ, പരോൾ സാധ്യമാകുമോ. ഇന്ന് കുറച്ച് നാളായിട്ട് ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല, പക്ഷെ ഇന്നും കൂടെ ആയപ്പോൾ എനിക്കൊരു വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നില്ല. ചില സ്ട്രീമേഴ്സിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ ലൈവിൽ വിടുന്നുണ്ട്. അപ്പം ഞാൻ മാത്രം മിണ്ടായിരിക്കും ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ സൈഡ് ക്ലിയർ ആക്കണം, അതുകൊണ്ട് എല്ലാവരും പോരെ. ഇന്നത്തെ ലൈവ് മൊത്തം ഇത്രയും നാള് നടന്ന ഇഷ്യൂ ഒറ്റയടിക്ക് സംസാരിച്ച് തീർക്കാൻ പോവാം. നീ ബാ സംസാരിച്ച് തീർക്കാൻ. നീ ഫോൺ എടുക്കണം, ആദ്യം ഫോൺ എടുത്ത് സംസാരിക്കണേ. സ്ട്രീം ഫിനിഷ്ഡ്. ഓ ഭയങ്കര വാ അടിപൊളി. ബോട്ട് വ്യൂസ് കേട്ട് ചാനൽ കളയുക ജസ്റ്റ് കോസ് ഓഫ് എ ഗെയിം. ആര് ബോട്ട് വ്യൂസ് കയറ്റി? എൻ്റെ ഉമ്മ സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഒരാളും ഇവിടുന്ന് ഇങ്ങനത്തെ പരിപാടി ചെയ്യലില്ല. നമുക്ക് 65ഉം 70K വരെ വ്യൂസ് കിട്ടുന്ന ആൾക്കാരാണ് നമ്മൾ. താഴെ തൊപ്പീൻ്റെ ലൈവിൽ ഇത് കാണുന്നവർക്കറിയാം, 65K വരെ വ്യൂസ് കയറിയിട്ടുള്ള ടീമാണ് നമ്മൾ. അതുകൊണ്ട് ബോട്ട് കയറ്റേണ്ട ആവശ്യം നമുക്ക് ഇന്നേ വരെ നമുക്ക് വന്നിട്ടില്ല. അത് ഓനുണ്ടാക്കിയെടുത്ത സാധനമാണ്. ഓനൊരു സാധനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കാർക്കും ഇന്നേ വരെ ബോട്ട് കയറ്റിയിട്ട് ലൈവ് ഇതാക്കേണ്ട ആവശ്യം ഇന്നേ വരെ നമ്മൾ ഒരാൾക്കും ഇന്നേ വരെ നമ്മൾ ഇതിൽ വന്നിട്ടില്ല. എൻ്റെ ഉമ്മ സത്യമായിട്ട് പറയാം, നമ്മൾ ഇതുവരെ ഒരാളും ഇന്നേ വരെ ആ പരിപാടി നമ്മൾ ചെയ്തിട്ടുമില്ല. നമുക്കത് അറിയില്ല. ഇതിപ്പോൾ ഈ കാര്യം ഇങ്ങനെ കേൾക്കലുണ്ടെന്നേ ഉള്ളൂ, ഈ ബോട്ട് എന്നുള്ള കാര്യം. നമ്മൾ ആർക്കും ഇതറിയില്ല. കാരണം 65-55K നമ്മൾ ഒരിക്കലും ബോട്ട് കയറ്റിയിട്ടില്ല ഇന്നേ വരെ. മമ്മൂൻ്റെ ഇഷ്യൂനെല്ലാം വന്നതെന്ന് പറഞ്ഞാൽ 65-70K വരെ ഇത് വന്നിട്ടുണ്ട്. ബോട്ട് എന്ന് പറയും ഇത് വന്നിട്ടുണ്ട്, വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല. അതിന് തക്കതായിട്ടുള്ള സാധനം എൻ്റെ ചെക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തൊപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ബോട്ട് കയറ്റിയിട്ട് ഊമ്പേണ്ട ആവശ്യം നമുക്കില്ല. MRCക്ക് ബോട്ട് കയറ്റി ഊമ്പേണ്ട ആവശ്യം വന്നിട്ടില്ല ഇന്നേ വരെ. കേട്ടോ മോളെ, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ നിന്നോടാ പറയുന്നത്, ബോട്ട് കയറ്റി ഊമ്പേണ്ട ആവശ്യം MRCക്ക് ഇന്നേ വരെ വന്നിട്ടില്ല. അതിനൊറ്റ പേരേ ഉള്ളൂ, തൊപ്പി. അത് ഓൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 65-70Kയും വ്യൂസ് ഒറ്റ ലൈവിൽ വന്ന ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഈ ബോട്ട് വെച്ചിട്ട് ഊമ്പേണ്ട പരിപാടി നമുക്ക് അറിയുകയും ചെയ്യില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കേട്ടോ, അത് മോള് മനസ്സിൽ വെച്ചോ. ബോട്ട് സാധനം നമ്മളെടുത്ത് അടിക്കാൻ നിൽക്കണ്ട. അത് മോള് നമ്മളെ ലൈവ് കണ്ടാൽ നമുക്ക് നമ്മളെ കുറിച്ച് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ബോട്ട് കയറ്റേണ്ട ആവശ്യമില്ല. ആ വർത്താനം വന്നിട്ട് നമ്മളെടുത്ത് പറയരുത്. ബോട്ടോ ബോട്ട് ഒരു കാര്യം ആലോചിക്കണം. എന്താ ജസ്റ്റ് എ ഗെയിം ദാറ്റ് ടേൺസ് ഇൻടു എ നൈറ്റ് ജസ്റ്റ് എ ഗെയിം ദാറ്റ് ടേൺസ് ടു നൈറ്റ്മെയർ. നോ ഹേറ്റ്സ് ടു എനിവൺ ബട്ട് ഐ ആം നോട്ട് ചെറ്റ. അതെന്താന്ന് ഇവിടെ അറിയാം മോളെ, അത് ഇവിടെ എന്താന്നുള്ളത് അറിയാം. ഓക്കെ, സാധാ ഒരു ഗെയിമില് ഉണ്ടായ ഒരു ചെറിയൊരു ഇഷ്യൂ. ആ ഇഷ്യൂവിന്റെ ചെറിയ ഇഷ്യൂ ആണോ? സാധാ ഒരു ഗെയിമിൽ ഉണ്ടായ ചെറിയൊരു ഇഷ്യൂ ആണത്രേ. ആ ഇഷ്യൂവിന് ഈ മോള് ചെയ്തത് എന്താ അറിയോ? ഈ മോള് ആ സാധാരണ ഉള്ള ആ ഇഷ്യൂവിന് ചെയ്തത് എന്താ അറിയോ? ഇവള് കരഞ്ഞിട്ട് ഷമീർ സോറി പറയണം, ഇല്ലെങ്കിൽ ഇതാവൂല എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് സോറി പറയിപ്പിച്ചു. അതാണ് ഇവള് അത് വെച്ച് ഇവള് വ്യൂസ് ഉണ്ടാക്കി. ഇതാണ് ഇവള് ചെയ്ത കാര്യം. എന്നിട്ട് എന്നോട് വന്നിട്ട് ഒരു പ്രശ്നവുമില്ല ഷമീറെ, ഒരു കുഴപ്പമില്ല, നീ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് ഇവള് വേറെ ചെറ്റ വർത്താനം പറഞ്ഞു. അത് എന്താന്ന് ഇവിടെ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഷമീർ കോൾ ഗേളിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ എൻ്റെ അടുത്ത് സംസാരിച്ചു. ഓനൊരുമാതിരി കോൾ ഗേൾ ആയിട്ട് എന്നെ കണ്ടു. ഇങ്ങനെയൊക്കെയാണ് ഇവള് ഇതിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവളങ്ങനെയാണ് ആടെ മറ്റേ ലൈവിൽ, മറ്റേ ഡൈനൻ്റെ ലൈവിൽ ഇവള് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ഇവളെ സത്യം എന്താണെന്നും ഇവൾ ആരാന്നുള്ള കാര്യം എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞതാ. ഓൾറെഡി ഇവളെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. ഇവള് പാമ്പാന്നും ഇവളെന്താ ചെയ്തതെന്നും എൻ്റെ മുമ്പിൽ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് ഷമീറിനെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഷമീറിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ, ഷമീറിൻ്റെ ചാറ്റിന് എനിക്ക് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവൾ അപ്പുറത്തെ ലൈവിൽ ഇതുണ്ട്, റെക്കോർഡുണ്ട്. ഇത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഓൺ റെക്കോർഡുണ്ട്. ഇവള് അപ്പുറത്തെ ലൈവിൽ വന്നിട്ട് ഇവള് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഷമീർ എന്നെ കോൾ ഗേളിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ എൻ്റെ അടുത്ത് സംസാരിച്ചു, എന്നെ ഒരു കോൾ ഗേൾ ആയിട്ട് കണ്ടു എന്നാണ് ഇവള് പറഞ്ഞത്. അങ്ങനത്തെ ചെറ്റ വർത്താനാണ് ഇവള് പറഞ്ഞത്. കോൾ ഗേൾ ആയിട്ട് കണ്ടു, കോൾ ഗേളിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു എന്ന് ഇവള് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഒരു പ്രശ്നമില്ല ഷമീറെ, ഞാനൊന്നും ഇതാക്കിയിട്ടില്ല. ഇതാണ് ഇവള് ചെയ്ത കാര്യം. സോ അത് വിട്. അതുകൊണ്ട് ഗെയിമിൻ്റെ കാര്യം മോള് പറയണ്ട. ഗെയിമിൻ്റെ കാര്യമാണെങ്കിൽ മോള് കരഞ്ഞിട്ട് എന്തിന് ഒരു ഗെയിമിൽ ഇതായതിന് മോൾ എന്തിന് കരയുന്നു, എന്തിന് സ്റ്റോറി ഇടുന്നു, എന്തിന് എന്നോട് സോറി പറയാൻ പറയുന്നു, എന്തിന് ഇത്ര ഇഷ്യൂ ആക്കുന്നു? ഞാൻ വെളിയിലും അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല, അകത്തും ഈ പേഴ്സണോട് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ലെന്നോ? പിന്നെയും പച്ച കളവ് പറയും നോക്കടാ. എടാ, ഒരു ഉളുപ്പില്ലാണ്ട് പിന്നെയും കളവ് പറയും നോക്കടാ, സംസാരിച്ചിട്ടില്ലാന്ന്.
എടാ നിങ്ങളെല്ലാരും കണ്ടതല്ലേ മിനിയാന്തെയും ഇന്നലത്തെ ലൈവില്, എപ്പോഴത്തെയോ ലൈവില്, ഞാൻ ഇന്നലത്തെയോ മിനിയാന്തെയാന്ന് തോന്നുന്നു, ലൈവില് നിങ്ങൾ കണ്ട കാര്യമല്ല ഇവള് സംസാരിച്ചോ ഇല്ലയോ എന്നുള്ളത്, ഇവളെന്താന്ന് എന്നെ കുറിച്ച് പറഞ്ഞതെന്നും ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോൾ എന്നോട് എന്ത് പറഞ്ഞതെന്നും അപ്പുറത്ത് എന്ത് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ കണ്ട കാര്യമാണ് അല്ലേ? ഞാൻ ആകപ്പാടെ ചെയ്ത തെറ്റ്, ആ ഒരു സമയത്ത് എനിക്ക് വിഷമം വന്നപ്പം ഒരു ഗേളിനോട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ തോന്നിപ്പോയി. അതിന്റെ പേര് ഞാൻ ആരുടെ അടുത്ത് വന്ന് കംപ്ലൈന്റ് പറയത്തില്ല. ഇത്രയും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. പക്ഷെ ഇത് വലിയൊരു പ്രശ്നമായി കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ എന്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അല്ല ഞാൻ എന്റെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. ഒരു കാര്യം ആലോചിക്കണം. ഒരു സാധാ ഒരു ഗെയിമില് ഉണ്ടായ ഒരു ചെറിയൊരു ഇഷ്യൂ, ആ ഇഷ്യൂവിന്റെ അകത്ത് ഞാൻ വെളിയിലും അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല, അകത്തും ഈ പേഴ്സണോട് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ഞാൻ ആകപ്പാടെ ചെയ്ത തെറ്റ്, ആ ഒരു സമയത്ത് എനിക്ക് വിഷമം വന്നപ്പം ഒരു ഗേളിനോട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ തോന്നിപ്പോയി. അതിന്റെ പേര് ഞാൻ ഏതാ ബ്രോ ലൈവ് എൻഡ് ചെയ്യ്, ഫുൾ ബോട്ട് വ്യൂ കേഴുന്നതാ. ഇത് ബോട്ട് വ്യൂ ആണോ? അവിടെ ബോട്ട് വ്യൂ ആകാൻ ചാൻസ് ഇല്ല. ഇത് ഈ ഇഷ്യൂവിൻ്റെ ഇതിൽ വന്ന ആൾക്കാരായിരിക്കും. നമ്മളെ നോർമൽ വ്യൂവേഴ്സ് ഇതല്ല, അതെനിക്കറിയാം. നമ്മളെ നോർമൽ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ 5 to എൻ്റെ കൺസിസ്റ്റൻറ്റ് വ്യൂസ് എന്ന് പറഞ്ഞാൽ 5 to 8K അടുത്താണ് എൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൂടെ നിൽക്കുന്നത്. അതായത് 2 hour 3 hour ഈ ലൈവിൽ കൂടെ ഉണ്ടാകുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ 5 to 8K ആൾക്കാരാണ്. ഇത് ഈ ഇഷ്യൂ ഇവളെ സ്റ്റോറി കണ്ടിട്ട് വരുന്നതും ഈ സംഭവം അറിഞ്ഞിട്ട് ആടുന്ന് കൂടുന്നെല്ലാം വരുന്ന ആൾക്കാരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയില്ല. എൻ്റെ ഉമ്മ സത്യമായിട്ട് ഞാനിതിൽ വേറെ ബോട്ടോ പരിപാടി നമ്മളാരും ഇത് ചെയ്യലുമില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. അല്ല ഇവളെന്താ പറഞ്ഞത്? ഞാൻ വിഷയത്തിൽ തെന്നി മാറുന്നു, നിങ്ങളെ നോക്കുന്നോണ്ടാ. ഓക്കെ, പോൾ എന്ത് പോളിടാൻ? ഇതിലെന്താ പോളിടണ്ടേ? എടാ എന്ത് പോളിടാൻ? എടാ പോളിടുന്ന കാര്യം ഞാൻ പറയട്ടെ. ഇത് ചാറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ 5K ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാറ്റ് ടൈപ്പ് ചെയ്യണമെന്നില്ല, എല്ലാവരും ചാറ്റ് ചെയ്യണമെന്നില്ല. ചാറ്റ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. ചാറ്റ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു 2000 5K ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അതിലൊരു 2500 3000 ആൾക്കാരും ആയിരിക്കും. ഇത് നോക്കിയാ ഇത് ബോട്ട് എന്ന് പറയുന്നത്. ബോട്ട് അടിച്ച് പണിയാൻ ബോട്ട് അടിച്ച് നോക്ക്. അങ്ങനെ നോക്കാൻ പറ്റിയത്? പോളിട്ടാ മനസ്സിലാവില്ല അല്ലേ? ഡിസ്കോഡിൽ അഭിയിരിക്കുന്നുണ്ട്. അല്ല പോളിട്ടാ മനസ്സിലാവില്ലല്ലോ, കാരണം ചാറ്റ് ചെയ്യുന്ന ആൾക്കാരും ഇതും വ്യത്യാസമില്ലേ? ഇപ്പൊ 13.5 14 അടുപ്പിച്ച്. ഇന്നലെ നിനക്ക് എത്ര വന്നേ? ഇന്നലെ 10 മിനിയാന്നുണ്ടായിരുന്നു 10 അടുപ്പിച്ച് 9.6. 10, 20,000 30,000 40,000 കയറും. ബോട്ടല്ല, നമുക്കൊന്ന് പോൾട്ട് നോക്കാലോ, ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ 13,000 വാച്ചിങ്ങല്ലേ? മുകളിൽ ഇത് കൊടുക്കണം, മുകളിൽ കൊടുക്കണ്ട. എവരിബഡി എടാ എല്ലാരും ഇത് കാണുന്ന എല്ലാരും, അതായത് ഇതുവരെ പോൾ ഇടാത്ത ആൾക്കാരും ഉണ്ടാവും. 6,000 വോട്ട് വന്നാൽ തന്നെ ഏകദേശം മനസ്സിലാവുമല്ലോ, നമുക്ക് മനസ്സിലാവും. അങ്ങനെ എല്ലാരും വോട്ട് ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്, ഇത് കാണുന്ന ടിവിയിൽ വെച്ച് അല്ലെങ്കിൽ എവരിബഡി ലൈവ് കാണുന്ന എല്ലാരും ഇങ്ങോട്ട് നോക്കുക. ടി വി കാണുന്നവരല്ലോ, അല്ല ടി വി കാണുന്നവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. എടാ എല്ലാരും ഒന്ന് വോട്ട് ചെയ്യണം, ഇത് വോട്ട് അടിച്ച് കയറ്റിയോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് എല്ലാരും ഒന്ന് വോട്ട് ചെയ്യണേ. ഞാൻ ഒന്ന് പോൾ ഇട്ടിട്ടുണ്ട്, എല്ലാരും ഒന്ന് വോട്ട് ചെയ്ത, എല്ലാരും വോട്ട് ചെയ്ത പെട്ടെന്ന് എവരിബഡി. ലീഡറോ? ഏത് ലീഡർ പോളാന്നറിയാം എന്റെ ലൈവില് വന്നിട്ട്. ഈ ചങ്ങായി ലൈവ് തുടങ്ങാൻ വേണ്ടിട്ട് വ്യൂസ് കയറാൻ വേണ്ടിട്ട് ഇങ്ങനെയല്ല ഓരോ ഇതിൽ വന്നിട്ടുണ്ട്. ആൾക്കാരെ കൂടാൻ വേണ്ടി ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ഓരോ കോമാളി വേഷം കെട്ടി വന്നിട്ടുണ്ട്. അല്ലല്ല സപ്പോർട്ട് 10K ലിങ്ക് ഞാൻ കൊടുത്തു. 10K ഉള്ള നാളെ മമ്മൂന്റെ ലൈവാണ്. അപ്പൊ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ബാങ്കർ ലൈവ് ആയിട്ട് നാളെ മമ്മു വരുന്നതായിരിക്കും. ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും സബ് ചെയ്യട്ടോ. എല്ലാവരും സബ് ചെയ്യും. നാളെ ചെക്കൻ ലൈവ് ആയിരിക്കും. എത്ര മണിക്കാ ലൈവ് വരാം? ഒരു 10 മണിക്ക് മമ്മൂന്റെ ലൈവ് ഉണ്ടാവും. മമ്മൂ 10K ആയി ഇവിടെ. ആയിട്ടുണ്ടാവും, നേരത്തെ തന്നെ ഉണ്ടായിരുന്നാ. ഓക്കെ, അപ്പൊ നാളെ മമ്മൂന്റെ ലൈവ് പൊളിക്കും. മര്യാദക്ക് ഒരു ചാനൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നാൽ ഇവൻ ആറാമ്പറപ്പ് കാണിച്ചിട്ട് ചാനൽ കളഞ്ഞിട്ട് വോട്ട് എങ്ങനെ കാണാൻ പറ്റും? വോട്ട് 96%. മോനെ ഞാൻ പറഞ്ഞല്ലോ വോട്ടില് ഞാൻ പറഞ്ഞല്ലോ വോട്ട് നോക്കിയാ
വോട്ട് 13,000 അടുത്ത് വോട്ട്സ്. ഞാൻ പറഞ്ഞല്ലോ മോനെ, വോട്ട് കയറ്റിയിട്ടുള്ള വ്യൂസ് നമുക്ക് ആവശ്യമില്ല. വോട്ട് കയറ്റിട്ടില്ല. ചിലപ്പോ എനിമീസ് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചിലപ്പോ ചാനൽ കളിപ്പിക്കാൻ പറ്റും. ആണോ? സായിപ്പിന് ഈ അടുത്ത് പെട്ടെന്ന് നോക്കുമ്പോ 45-50 അതെ 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 അതെ. ഇത് ശത്രുക്കൾ ജയിപ്പിക്കുന്ന പരിപാടി ഉണ്ട്. ഇത് ആണോ? ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പൊ ഞാൻ പറയട്ടെ, ഫുൾ ഫയർ ഫുൾ ഫയർ ഫുൾ ഫയർ. എടാ 15,000 ആൾക്കാർ നാളെ ലൈവ് ഉണ്ടാവും. 15,000 ആൾക്കാർ ഇവിടെ ഉള്ളോണ്ട് ഇവൻ വന്നിട്ട് പറയുന്നുണ്ട് നാളെ ലൈവ് ഉണ്ടാകണം. ഇതെല്ലാം പോയാ എന്താണിത്? എടാ ചെക്കനെ എല്ലാവരും നാളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടാ. ഓക്കെ, അപ്പൊ ഞാൻ പറയട്ടെ, എടാ മോളെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, നമുക്ക് ഈ ബോട്ട് കയറ്റിയിട്ട് മൂഞ്ചേണ്ട അവസ്ഥ ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. അതിനൊരു റീസൺ ഉണ്ട്. ആ റീസണാണ് ഇപ്പോൾ പോയത്. നമുക്ക് അതിൻ്റെ ആവശ്യം നമുക്ക് ഇന്നേ വരെ നമുക്ക് വന്നിട്ടില്ല. നമുക്കത് വരികയും ചെയ്യില്ല മോളെ, നമുക്കത് വരില്ല. നമുക്ക് കഴിവുണ്ടോ നമുക്ക് വ്യൂസ് വരും. അതിൽ പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. അത് നമ്മളെ തലയും നമ്മളെ ബുദ്ധിയും നമ്മളെ എന്താ പറയുക ചേഷ്ടകളും നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടണം. നമ്മളെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം. അല്ലാണ്ട് നമ്മൾ വെറുതെ ചുമ്മാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിയാക്റ്റും ചെയ്ത് മൂഞ്ചിക്കഴിഞ്ഞാൽ നടക്കൂല. അത് നടക്കൂല. നമുക്ക് ഈ ബോട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ എണ്ണം ചാറ്റിൽ വന്നിരുന്നു. എല്ലാം